ഹായ് മക്കളെ, സൽസബീൻ സാറാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. വേറൊന്നുമല്ല, എക്കണോമിക്സിന്റെ ടീച്ചറായിട്ടുള്ള ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വേറൊരു കാര്യം പറയാനില്ല, നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാം, തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്താണ് CUT എക്സാം അല്ലെ, അഥവാ വാട്ട് ഈസ് CUT എന്നല്ലേ. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങൾ കേൾക്കാത്ത ഒരു സംഭവമായിരിക്കും ഈ പറഞ്ഞ CUT. ചിലവർ ഇതിനെ QET എന്ന് പറയും, ചിലവർ CUT എന്ന് പറയും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ സംഗതി എന്താണെന്ന് ആദ്യം അറിയണം. വേണ്ടേ? +2 പഠിക്കുന്ന നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട സംഗതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ. അപ്പോൾ മക്കളെ, CUT എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ നീറ്റ് കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് നമ്മുടെ ഈ എൻട്രൻസ് ടെസ്റ്റ് ആണ്, അത് മെഡിക്കൽ നീറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതുപോലെ നെറ്റ് എക്സാം കേട്ടിട്ടുണ്ടാവും, ഈ പറഞ്ഞ കോളേജ് അധ്യാപകരാകാൻ യോഗ്യതയുള്ള എക്സാമുകൾ അല്ലെ. ഇതുപോലെ നമ്മുടെ നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ് ഇത് CUT എന്ന് പറയുന്നത്, അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അതിനെയാണ് നമ്മൾ ചുരുക്കിയിട്ട് ഓമന പേരിട്ട് CUT എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ എക്സാമിന്റെ പ്രത്യേകത, അത് നമുക്ക് ആദ്യം നോക്കാം. മക്കളെ, നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് 2020 ആയി കഴിഞ്ഞപ്പോൾ 2020 ഗവൺമെന്റ് പുതിയൊരു പബ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട്, അഥവാ പുതിയൊരു നോമിനേഷൻ അഥവാ പുതിയൊരു പ്രസിദ്ധീകരണമായിട്ട്, അല്ലെങ്കിൽ എല്ലാത്തിനും മുമ്പായിട്ട് നമ്മൾ പറയുന്നു പുതിയൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. 1986 വിദ്യാഭ്യാസ നയത്തിനൊക്കെ പകരമായിട്ട് പുതിയൊരു വിദ്യാഭ്യാസ നയം അഥവാ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഗവൺമെന്റ് കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 2022 തുടങ്ങി വെച്ചതാണ് എല്ലാ കേന്ദ്ര സർവകലാശാലയ്ക്കും അതുപോലെ ഇന്ത്യയിലെ മറ്റു പല യൂണിവേഴ്സിറ്റികളെയും ഒന്നിപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമായിട്ട് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കുമായിട്ട് ഒരൊറ്റ എൻട്രൻസ് എക്സാം, അതാണ് നമ്മുടെ CUT എക്സാം. അപ്പോൾ എന്തിനാണ് CUT പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്സ്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങി ഒട്ടനേകം സ്ട്രീമുകൾ നമുക്ക് കോളേജിൽ പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ കേരളത്തിലെ നിങ്ങളുടെ ജില്ലയിൽ നിന്നും, നിങ്ങൾ താമസിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള പരിസരത്ത് നിന്നും, കേരളത്തിന് പുറത്തായിട്ട്, അതായത് നമ്മുടെ ഓൾ ഇന്ത്യ ലെവൽ, നമ്മുടെ ഇന്ത്യ മുഴുവനായിട്ട് നടത്തുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത് ഈ പറഞ്ഞ ആർട്സ് ആൻഡ് സയൻസ്, കൊമേഴ്സ് സ്ട്രീമുകളിലേക്കുള്ള സീറ്റുകളാണ്. അത് കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതെന്താണുള്ളത്, നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ UG പ്രോഗ്രാം എന്നാണ് പറയാറുള്ള ഡിഗ്രി യോഗ്യത നേടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അറിയില്ലേ എന്തിനാ സാറേ ഇതൊക്കെ, എൻ്റെ നാട്ടിലുണ്ട് ഒരു ഡിഗ്രി കോളേജ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അൺഎയ്ഡഡ് കോളേജ് ഉണ്ട്, അവിടെ പോയി പഠിച്ചാൽ പോരാ, അതിന് കുറച്ച് ടെസ്റ്റുകൾ പറയാനുണ്ട്, അവിടെയൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ നടത്തുന്നത് ആരാന്ന് കൂടി ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ ദേശീയ തലത്തിൽ നീറ്റ് എക്സാമും അതുപോലെ നെറ്റ് എക്സാമും എല്ലാം നടത്തുന്ന NTA തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന CUT പരീക്ഷയും നടത്തുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് വെച്ചാൽ, CUT UG പരീക്ഷയെക്കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയിൽ മുഴുവനായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ 46 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, 41 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, 30-ലധികം വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, അഥവാ നമ്മൾ പറയും കൽപ്പിത സർവകലാശാല, സ്വന്തമായിട്ട് പരീക്ഷ നടത്താനും റിസൾട്ട് പ്രഖ്യാപിക്കാനും അതോടൊപ്പം സർട്ടിഫിക്കറ്റ് നൽകാനും UGC അധികാരം നൽകുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രമുഖമായ കോളേജുകളാണ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്ന് നമ്മൾ പറയുന്നത്, ആ യൂണിവേഴ്സിറ്റികളെ. അതോടൊപ്പം തന്നെ 160ഓളം വരുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ സ്വകാര്യമായിട്ട് അവർ പ്രവർത്തിക്കുകയാണെങ്കിലും അവർക്ക് ഫണ്ടുകൾ UGCയുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്നത്. അങ്ങനെ പലതരത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റികളും പ്രധാനമായിട്ടും പങ്കെടുക്കുന്ന ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലേക്കാണ് നിങ്ങൾ പറയുന്നത്. നമ്മുടെ 3.5 ലക്ഷം കുട്ടികൾക്കുള്ള വേക്കൻസി അവിടെ ഉണ്ട്. എത്ര കുട്ടികൾക്ക്? 3.5 ലക്ഷം. +2 പൂർത്തിയാക്കി വരുന്ന ഈ പറയുന്ന 3.5 ലക്ഷം കുട്ടികളെയാണ് നിങ്ങൾക്ക് ഈ അവസരങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ കൊടുത്തിരിക്കുന്നത് 900-ലധികം എന്നല്ല പറഞ്ഞ് 9,000-ലധികം വരുന്ന കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. എത്രത്തോളം ഡിസിപ്ലിൻസ് ആണ്? ഈ പറഞ്ഞ 50-ലധികം. നമ്മുടെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നതിൽ പല സ്ട്രീമുകളുമായിട്ടുള്ള പല ഡ്രീമുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഡിസിപ്ലിനുകൾക്കും ഇതോടൊപ്പം അഡ്മിഷൻസ് നൽകുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന CUT എക്സാം സാറ് പറഞ്ഞല്ലോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉഡായിപ്പാണല്ലോ. എങ്കിലും സംശയിക്കാൻ വരട്ടെ, നോക്കിക്കോളൂ. നമ്മുടെ നാഷണൽ ലെവലിലുള്ള റാങ്കിങ് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അഥവാ നമ്മൾ JNU എന്ന് വിളിക്കുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇവിടെ വരുന്നുണ്ട്. ഇവരൊക്കെ എങ്ങനെ ഫേമസ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫേമസ് യൂണിവേഴ്സിറ്റിയും പുറമെയായിട്ട് നോക്കിക്കോളൂ, NIRFന്റെ റാങ്കിങ് പ്രകാരം എന്തൊക്കെയാണ്, ടീച്ചിങ്ങിൻ്റെയും ലേണിങ്ങിൻ്റെയും ഏറ്റവും മികച്ച റിസോഴ്സുകളാണ് ഇത്തരം കോളേജുകൾ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് റിസർച്ചിനുള്ള ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം നൽകുന്ന മറ്റൊരു കാര്യമാണ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് അല്ലേ.
നമ്മളൊരു ഡിഗ്രി പഠിക്കാൻ പോയി അവിടെ ഡിഗ്രി കിട്ടുമ്പോൾ അത് ഹോണേഴ്സ് ഡിഗ്രി ആണെങ്കിൽ ഹോണേഴ്സ് ഡിഗ്രി എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഈ ഹോണേഴ്സ് ഡിഗ്രി കൂടി കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഈ NIRF വരുന്ന ടോപ്പ് ലെവലിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിലേക്കാണ് നിങ്ങൾ ഈ എക്സാം എഴുതാൻ പോകുന്നത്. ഓക്കെ, നോക്കി നിങ്ങളുടെ അപ്പോൾ ഏറ്റവും മികച്ച ഒരു കരിയർ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ, എന്തിനാണ് നമ്മൾ CUT പരീക്ഷ എഴുതേണ്ടത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ട് നോക്കിയാൽ നിങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ലെവലുള്ള ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്കാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷൻ ലെവലിലേക്കാണ് എൻട്രൻസ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ കിട്ടുന്നത്. അത് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലുള്ള അവസരം നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജനിച്ചത് ഏറ്റവും നമ്മുടെ രാജ്യത്ത് അറിയപ്പെടാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ ജനിച്ചത്, അവിടെയാണ് നിങ്ങൾ വളർന്നത്, അവിടെ വരെയാണ് നിങ്ങൾ +2 പഠിച്ചത് എന്ന് വരെ ആയിക്കോട്ടെ, കാര്യങ്ങൾ ഇതുവരെ ഉള്ളതെല്ലാം നമുക്ക് സമ്മതിക്കാം. ഇനി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഏറ്റവും മികച്ച തിരഞ്ഞെടുത്തില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ നിങ്ങളുടെ മുമ്പിൽ അവസരം തുറന്നിടുന്നതും ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളുടെ ഉള്ളിലായിട്ട് കിടക്കുന്ന ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്, അവർക്ക് പുറത്തു വരാനുള്ള യഥാർത്ഥ പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് CUT എക്സാം. അതുവഴി നോക്കി ഏറ്റവും മികച്ച നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച കുട്ടികളുമായിട്ട് സംവദിക്കാനും ഏറ്റവും മികച്ച അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യാനും അവരോടൊപ്പം സംവദിച്ചുകൊണ്ട് ഏറ്റവും മികച്ച അറിവുകൾ നേടാനും അതുവഴി രാജ്യത്തിനുതകുന്ന ഉന്നത പൗരന്മാരായിട്ട് നിങ്ങളുടെ തന്നെ ഏറ്റവും മികച്ച കരിയർ കെട്ടിപ്പടുക്കണം മക്കളെ. CUT എക്സാമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടവും അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നോക്കി ഈ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാഷണൽ ലെവലുള്ള സ്കോളർഷിപ്പുകളാണ് കിട്ടുന്നത്. നോക്കി നിങ്ങളുടെ മെറിറ്റ് സ്കോളർഷിപ്പുകൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിലെന്തുണ്ട് ട്യൂഷൻ ഫീയും ബുക്ക് അലവൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം രാജീവ് ഗാന്ധി നാഷണൽ ഫെലോഷിപ്പ് കിട്ടുന്നുണ്ട്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പേരിലുള്ള മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് കിട്ടുന്നുണ്ട്. സ്വാമി വിവേകാനന്ദ സിംഗിൾ ഗേൾഡ് ചൈൽഡ് എന്ന് വെച്ചാൽ എന്താണ് ഒറ്റ പെൺകുട്ടിയായുള്ള പെൺകുട്ടികൾക്ക് അവർക്ക് കിട്ടുന്ന നാഷണൽ ലെവൽ സ്കോളർഷിപ്പുകളുണ്ട്. അതേപോലെ തന്നെ ഇൻസ്പയർ സ്കോളർഷിപ്പുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫണ്ടുകൾ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലവേറിയ ഒരു പരിപാടിയേ അല്ല. ഇനി മുതൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉടനെ തന്നെ മറന്നു കളഞ്ഞേക്കാം. നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ അവസരങ്ങളാണ് തുറന്നിട്ടുള്ളത്. ഇനി നോക്കി നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യം പറയാനുള്ള ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന കോളേജുകളുടെയൊക്കെ പ്രത്യേകത എന്താ? ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് വേണ്ടി മാത്രം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലൈബ്രറികൾ. ഒന്ന് ആലോചിച്ച് നോക്കി, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലൈബ്രറികൾ. നിങ്ങൾക്ക് എപ്പോൾ ലൈബ്രറി പോകണം അപ്പോൾ പോകാം, അങ്ങനെയുള്ള സൗകര്യം തരുന്ന അത്രയും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ വരുന്ന അത്രയും മികച്ച ലേണിംഗ് സൗകര്യങ്ങളുള്ള അത്രയും മികച്ച ലേണിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന സ്ഥാപനങ്ങളാണ് ഓരോന്നുമുള്ളത്. നോക്കിക്കോളൂ എന്തൊക്കെയാണ് ലൈബ്രറി എന്ന് പറയുന്നത്. വേൾഡ് ക്ലാസ് ലെവലിലെ ലൈബ്രറികളുണ്ട്. ഏറ്റവും മികച്ച അക്കാഡമിക്സ് നിലവാരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി കരിയർ നോക്കുമ്പോൾ അക്കാഡമിക്സിൽ മാത്രമല്ല ആർട്സ് ആൻഡ് സ്പോർട്സിൽ വരെ നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു ശോഭനമായ ഭാവി അവിടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതോടൊപ്പം റിസർച്ചിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ പറ്റും. അതുപോലെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ സൗകര്യങ്ങൾ നിങ്ങൾ ഇതുവരെ കാണാത്ത ഏറ്റവും മികച്ചൊരു ലോകം ഞാൻ ഉറപ്പ് പറയുന്നു. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ച അല്ലെങ്കിൽ കേന്ദ്ര സർവകലാശാല ഏതെങ്കിലും ഒന്ന് പഠിച്ച ഒരാളെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന്. അവർക്ക് പറയുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഓരോന്നിൻ്റെയും ചിത്രങ്ങൾ ഞാനോട് കൊടുത്തത് അതൊക്കെ നിങ്ങൾ കാണാൻ വരട്ടെ. ഇനി നോക്കിക്കോളൂ എന്തിനാ ഇതൊക്കെ പഠിച്ചിട്ട് കാര്യം. ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ കമ്പനികളിൽ ജോലി ചെയ്യുന്ന പ്രധാനപ്പെട്ട എല്ലാ പോസ്റ്റുകളിലുള്ള ആൾക്കാരും മിക്കവാറും പേര് ഈ പറയുന്ന ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങിയവരാ. കാരണം എന്താണ് ആ പഠിച്ചിറങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ക്വാളിറ്റീസ് ഉണ്ട്. ആ പറയുന്ന ഒരൊറ്റ ക്വാളിറ്റി മാത്രം നോക്കിയാണ് ഈ പറയുന്ന എല്ലാ കമ്പനികളും അവർക്ക് ലക്ഷങ്ങൾ സാലറി ഓഫർ ചെയ്തുകൊണ്ട് അവരെ ഓരോ കമ്പനികളായിട്ട് കൊണ്ടുവന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം ആമസോൺ ഉണ്ട്, അഡോബി മുതൽ എല്ലാ കമ്പനികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെറും പഴങ്കഥകളും കെട്ടുകഥകളും ഒന്നുമല്ല, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് മക്കളെ. അത് മാത്രമല്ല ഈ പറയുന്ന ചിത്രത്തിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുന്ന മിനിമം 3 പേരെങ്കിലും ഈ ചിത്രത്തിലുണ്ടാവും അല്ലേ. അതിൽ നമ്മുടെ ശശി തരൂർ വരുന്നുണ്ട്, അതോടൊപ്പം ഷാറൂഖ് ഖാൻ വരുന്നുണ്ട്. ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം പുറമെ ആയിട്ട് നോക്കി ഇവിടെയും നിങ്ങൾക്ക് പരിചയമുള്ള ആളുടെ അല്ലേ. ഇവിടെ ഒരാളുടെ മാത്രം ഞാനൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഇദ്ദേഹം ആരാന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ ഇന്ത്യ വംശജനായിട്ടുള്ള നോബൽ സമ്മാനം നേടിയ ഈ അടുത്ത കാലത്ത് നേടിയിട്ടുള്ള 2019 നേടിയ നമ്മുടെ കൈലാഷ് സത്യാർത്ഥി എന്ന് പറയപ്പെടുന്ന ആളാണ്. 2018 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. അപ്പോൾ ഈ കൈലാഷ് സത്യാർത്ഥി മുതൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക ആളുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇന്ത്യയുടെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതയായിരുന്നു ഇവരാരാന്ന് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയുന്ന ആൾ തന്നെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഞാൻ എന്തിനാ
കൊടുത്തതെന്ന് വെച്ചാൽ ഒരൊറ്റ കാരണമാണ്, ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന ആളുകളെല്ലാം ഇന്ത്യയിലെ ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങിയവരാണ്. അതിൻ്റെ കാരണം എന്താ? അവർക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി, അവർ ഏത് ഫീൽഡിലായിക്കോട്ടെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഷാറൂഖ് ഖാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല. ഷാറൂഖ് ഖാൻ്റെ ഫീൽഡിൽ അദ്ദേഹം തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇവർ ഓരോരുത്തരും അവരുടെ ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്നു എങ്കിൽ അതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അവർ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കി വെക്കേണ്ട കാര്യമാണ്, ഈ പറഞ്ഞ CUT എക്സാമിൻ്റെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഥവാ നിങ്ങൾ 12ാം ക്ലാസ് പഠിക്കുന്ന സിലബസ് ആയിരിക്കും മെയിനായിട്ട്, അതും NCERT പുസ്തകങ്ങൾ. അപ്പോൾ NCERT പുസ്തകം നമ്മൾ കേരളത്തിലല്ല സാറേ NCERT പുസ്തകങ്ങളിൽ അധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ NCERT എങ്ങനെ ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, 12ാം ക്ലാസ്സിൽ വരുന്ന NCERT പുസ്തകവും പിന്നെ നമ്മുടെ കേരളത്തിലെ SCERT പുസ്തകം തന്നെയാണെങ്കിൽ പോലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതിനുള്ള വഴിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ, ഈ പറഞ്ഞിരിക്കുന്ന എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ജൂലൈ മാസത്തിലാണ് എക്സാം സാധാരണയായിട്ട് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇനിയും സമയമുണ്ട് പഠിക്കാൻ. അത് മാത്രമല്ല, ഏതെങ്കിലും ഹിന്ദി ലാംഗ്വേജിൽ മാത്രമായിരിക്കും എക്സാം എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഹിന്ദിയിലും ഇംഗ്ലീഷിലും എക്സാം അവൈലബിൾ ആയിരിക്കും. അത് മാത്രമല്ല, നോക്കിക്കോളൂ, നമ്മുടെ എക്സാം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തരുത് എന്നൊരു ഉദ്ദേശത്തോട് കൂടി തന്നെ നമ്മുടെ പെൻ ആൻഡ് പേപ്പറിലായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾ ചെയ്യുന്ന രീതിയിലാണ് എക്സാം ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളൂ, ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മികച്ച കോളേജിൽ, ഞാൻ പറഞ്ഞു JNU പറഞ്ഞു, ഡൽഹി യൂണിവേഴ്സിറ്റി പറഞ്ഞു, അലിഗഡ് പറഞ്ഞു, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എല്ലാം പറഞ്ഞു, മദ്രാസ് IIT എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ CUT പരീക്ഷയ്ക്ക് നേടുന്ന സ്കോറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങളുടെ പ്രവേശനം നോക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്തെന്നാൽ എക്സാമിൻ്റെ പാറ്റേൺ ആണ് നമുക്ക് ഇനി അറിയേണ്ടത്. നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 3ആയിട്ട് നമുക്ക് തിരിക്കാം. ആദ്യത്തെ ഒന്നാമത്തെ സെക്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, 2 എണ്ണമായിട്ട് കൊടുത്തിട്ട് 1 Aയും 1 Bയും കൊടുത്തിട്ട് അതിൽ 1 Aയിൽ നിങ്ങൾക്ക് 13 ലാംഗ്വേജുകൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ 1 Bയിൽ 20 ലാംഗ്വേജിലൊന്നും നമുക്ക് സെലക്ട് ചെയ്യാം. അതോടുകൂടെ നിങ്ങൾ എടുക്കുന്ന കോമൺ പേപ്പർ, ഇപ്പോൾ എക്കണോമിക്സ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോർ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 27 ഡൊമൈൻ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എക്കണോമിക്സ് ആണ് ഒരാൾ സെലക്ട് ചെയ്യുമെങ്കിൽ അവിടെ സെലക്ട് ചെയ്യാം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന എക്കണോമിക്സിൽ 50 ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ 50ന് നിങ്ങൾ ഉത്തരം എഴുതണ്ട, പകരം 40 എണ്ണത്തിന് എഴുതിയാൽ മതി. ഓക്കെ, 40 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. അതുപോലെ സെക്ഷൻ 3ൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇപ്പോൾ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഫോട്ടോയിൽ കാണുന്ന ആളെ ചൂണ്ടിയിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു, ആ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മോൻ്റെ മകളുടെ മകനാണ് എങ്കിൽ ഞാനും അയാളും തമ്മിലുള്ള ബന്ധം എന്താണ്? അതുപോലെ 2, 4, 6, 8, 10 അടുത്ത നമ്പർ എത്രയാണ്? 12 അല്ലേ? ഇങ്ങനെയുള്ള ലോജിക്കൊക്കെ നമ്മളെ പരീക്ഷിക്കുന്ന ജനറൽ ടെസ്റ്റ് കൂടിയായിരിക്കും അതിലുണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിവുണ്ടോ മക്കളെ, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടോ എങ്കിൽ ഈ പറയുന്ന CUT അവസരം നിങ്ങളുടെ മുമ്പിലുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യമാണ് 13 ലാംഗ്വേജസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഏതൊക്കെ ലാംഗ്വേജ് സാറേ? ഇതൊക്കെ മിക്കവാറും നോർത്ത് ഇന്ത്യൻ ലോബികൾക്ക് വേണ്ടി നടത്തുന്ന എക്സാമുകളല്ലേ എന്നൊരു തോന്നൽ നിങ്ങൾക്കിടയിൽ മറന്നു വെച്ചോളൂ. അത് മറന്നു പോയിക്കോളൂ. നിങ്ങൾക്കുള്ളതിൽ മലയാളം എന്ന് പറയുന്ന നമ്മുടെ മാതൃഭാഷ വരെ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അതുവരെ പഠിക്കാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് മക്കളെ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ലാംഗ്വേജസ് ഇന്ത്യയിൽ തിരഞ്ഞെടുത്ത 13 ലാംഗ്വേജിലൊന്ന് നമ്മുടെ മലയാളവും കൂടി ചേർത്തിട്ടുണ്ട്. അതിൽ വരുന്ന മറ്റ് ലാംഗ്വേജിൽ ബംഗാളി, ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, തമിഴ്, പഞ്ചാബി, ഒഡിയ, മറാത്തി, തെലുങ്ക്, ഉറുദു, ആസാമി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. അതിൽ നമ്മുടെ മലയാളം ഉണ്ടടാ. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ഇന്ത്യ എന്ന് പറയുന്ന എല്ലാം കൂടി ചേരുന്ന രാജ്യമാണ് അല്ലേ. അപ്പോൾ ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ BCom ആണ് പഠിക്കാൻ ഉദ്ദേശമെങ്കിൽ, നിങ്ങളിൽ ഒരാൾ BCom ആണ് പഠിക്കാൻ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാട്ടിലെ ഒരു കോളേജ്, നിങ്ങളുടെ നാട്ടിലുള്ള, നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കുസാറ്റ്, അങ്ങനെ ഏതൊരു യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള ഏത് കോളേജിലും നിങ്ങൾക്ക് പോയിട്ട് പഠിക്കാം. നിങ്ങൾ BCom പഠിക്കുകയാണെങ്കിൽ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കാം. ഗവൺമെൻറ് കോളേജ് പഠിക്കാം, എയ്ഡഡ് കോളേജ് പഠിക്കാം. ഇനി ഇതൊന്നും അല്ലാതെ അൺഎയ്ഡഡ് കോളേജിലും പ്രൈവറ്റ് ആയിട്ടോ വരെ നിങ്ങൾക്ക് പഠിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ BCom നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഏറ്റവും മികച്ച 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയും മറ്റൊന്ന് ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയയിലുമായിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. ഓരോന്നായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കൊള്ളുക. ഈ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിലും മാത്തമാറ്റിക്സിലും എനി 2 സബ്ജക്റ്റിലും നിങ്ങൾക്ക് എന്തുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് BCom എഴുതാം. ഇതുപോലെ ഓരോ സബ്ജക്റ്റിനും, ഇപ്പോൾ നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ലാംഗ്വേജിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് എഴുതാം. അതുപോലെ മാത്തമാറ്റിക്സും ഏതെങ്കിലും 2 സബ്ജക്റ്റുകൾ എന്ത് ചെയ്യാം,
B1 ലിസ്റ്റ് എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ B1 ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണാം 27 ഡൊമൈൻ സബ്ജക്റ്റുകളുള്ളത്. ആ പറഞ്ഞ 27 ഏതെങ്കിലും 2 സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. അതാണ് B1 B2 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം ഇനി നിങ്ങൾ പഠിക്കുന്ന ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയയിലാണെങ്കിൽ നിങ്ങൾക്ക് 1ാമത്തെ സെക്ഷനിൽ നിങ്ങൾ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാം. അതുപോലെ 2ാം സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടൻസിയോ ബിസിനസ് സ്റ്റഡീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ 3rd സെക്ഷനിൽ നമുക്കറിയാം ജനറൽ ടെസ്റ്റ് അല്ലേ. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ രീതിയിലുള്ള പാറ്റേൺ ആണ്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇതെങ്ങനെ തയ്യാറെടുക്കണം, എങ്ങനെ നമ്മൾ തയ്യാറെടുക്കണം, എങ്ങനെയൊക്കെ നമ്മൾ ഇനി മുന്നോട്ടെത്തണം. ഇനി ഞാൻ തയ്യാറാണ് സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഇത് പഠിക്കാതെ എനിക്ക് എന്നിലൊരു കഴിവുണ്ട്. എൻ്റെ കഴിവ് എനിക്കറിയാം. ഞാൻ ഇത്രയും കാലം പഠിച്ചത് എനിക്ക് കഴിവുണ്ടായതുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. അല്ലാതെ വെറുതെ അല്ല ഞാൻ 10ാം ക്ലാസ് പാസ്സായി +1ഉം +2ഉം പാസ്സായിട്ട് നിൽക്കുന്നത്. ഇനി എനിക്ക് മുമ്പിലുള്ള ടെസ്റ്റ് വരാനുള്ള സമയമാണ് സാറേ, ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുക്കേണ്ട സമയമാണ്. ആ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ പൊട്ടിവിടേണ്ട സമയമായിരിക്കുന്നു മക്കളെ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനെങ്ങനെ തയ്യാറെടുക്കും എന്നാണ് അറിയണമെങ്കിൽ ഇതാ നോക്കിക്കോളൂ. എങ്ങനെ BTech, ICAR, സൈക്കോളജി, LLB, IFLU, നിങ്ങൾക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന IFLU അടക്കമുള്ള നമ്മുടെ EFLU എന്ന് പറഞ്ഞ IFLU അടക്കമുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും നിങ്ങൾക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം മക്കളെ, നിങ്ങൾക്ക് ഇനി മുമ്പിലുള്ള ആകെ ഒരു വഴി എന്ന് പറഞ്ഞാൽ CUT എക്സാമാണ്. ഓക്കെ, അപ്പം നമ്മുടെ CUT എക്സാം എഴുതുക വഴിയാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് CUT എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. മെയിനായിട്ട് നമ്മുടെ NCERT ബുക്കുകളെ +2 ലെവലിലുള്ള നമ്മുടെ NCERT പുസ്തകങ്ങൾ പഠിക്കണ്ടേ. ആ NCERT പുസ്തകങ്ങളിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അരിച്ചു പെറുക്കി പഠിക്കുക എന്നതുകൊണ്ട് മാത്രം നമുക്ക് CUT ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വേണ്ടത് നമുക്ക് ആരെയാണ് വേണ്ടത്, വെറുതെ കാണാപ്പാഠം പഠിച്ചു പോകുന്ന കുട്ടികളെയല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും വൃത്തിയായിട്ട് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് മാറ്റുന്ന ആൾക്കാരെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ലെവലുള്ള എക്സാം എഴുതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ പഠിച്ചൊരു കാര്യത്തെ അപ്ലൈ ചെയ്തുകൊണ്ട് എഴുതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ, നിങ്ങൾ ഉറപ്പായിട്ടും CUTക്ക് തയ്യാറെടുത്തോളൂ മക്കളെ. അതിനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് എജുബോട്ട് കൂടെ ഉണ്ട്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ എജുബോട്ടിൻ്റെ ഈ പറയുന്ന വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് എൻക്വയറി നടത്താം. അതുപോലെ ഇവിടെ കമൻറ്റ് ബോക്സിൽ നടത്താം. പിന്നെ ഞാൻ 2 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീണ്ടും പുതിയൊരു CUTയുടെ പുതിയ അപ്ഡേഷൻസുമായിട്ട് കാണുന്നവരേക്കും once again it's me Sal Sabin signing out from EduBot. Happy learning all. Bye.